ഇപ്പൊ ഈ ഭീരുക്കളൊക്കെ സംഖ്യകളായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് എൻ്റെ ഒരു പഴയ ചെങ്ങായി, കാനഡയിലാണ് ജോലി, ബിനോജ് നായർ എന്നാണ് ലവൻ്റെ പേര്. നിങ്ങൾക്കറിയാം, ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവൻ്റെ ചില വീഡിയോകളൊക്കെ നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് സംഖ്യകളെ ഇങ്ങനെ കീറി ഒട്ടിക്കുമായിരുന്നു. കാരണം ആധികാരികമായിട്ടൊക്കെ സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്രിയ സത്യങ്ങൾ എന്നാണ് ലവൻ്റെ ചാനലിൻ്റെ പേര്. അപ്പം സംഘപരിവാറിനെയും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും യോഗിനെയൊക്കെ കുറിച്ചിട്ട് ഇയാൾ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം അത്രത്തോളം എന്താ പറയുക, അറിവ് സമ്പാദിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ടൊക്കെ ഇങ്ങനെ വിവരിക്കുമായിരുന്നു. അപ്പം എൻ്റെ വീഡിയോകളൊക്കെ കണ്ടിട്ട് ഇയാൾ എന്നെ പല പ്രാവശ്യവും കാനഡയിൽ നിന്ന് വാട്സപ്പിലൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറേ വോയിസ് ക്ലിപ്പുകളൊക്കെ ഇപ്പോഴും എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ ചെയ്യുന്ന വീഡിയോസൊക്കെ അടിപൊളിയാണ്, സംഘപരിവാറിനെ ഇങ്ങനെ തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞ് എന്നെ എന്താ വലിയ രീതിയിൽ അങ്ങോട്ട് പൊക്കിയൊക്കെ വെച്ചപ്പോഴത്തേക്ക് എനിക്ക് എവിടെയോ ഒരു ചെറിയൊരു മണം അടിച്ചായിരുന്നു, ഇതെന്തെങ്കിലും ഈ സംഘിപ്പാളത്തിലേക്ക് പോകാനുള്ളതാണെന്ന്. അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം ഈ ജന്തർ മന്ദറിൽ ഈ വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഇയാൾ അയച്ചു തന്നു. ഒരു സുപ്രീം കോടതിയിൽ ജോലി ഉണ്ടായിരുന്ന ഒരു വക്കീൽ എന്ന് പറയുന്ന ഒരാൾ ചെയ്തിട്ടുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞാണ് ഇവൻ എനിക്കിത് അയച്ചു തന്നത്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഏകദേശമൊക്കെ ഒരു വക്കീൽ തന്നെയാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. അങ്ങനെ എനിക്ക് വലിയൊരു കുരുക്ക് സമ്മാനിച്ച് തന്നിട്ടുള്ള ഒരു പരമ നായിൻ്റെ മോനാണ് ഈ ബിനോജ് നായർ എന്ന് പറഞ്ഞ ഈ ചെറ്റ. ഇവനിപ്പം സംഘപരിവാറിൻ്റെ ആസനം മാത്രമല്ല, എവിടെയൊക്കെ നക്കി വിളിപ്പിക്കാവോ അവിടെ എല്ലാം നക്കി വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും സംഘപരിവാർ ഇവനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള. കാരണം ഇവൻ്റെ 2000-3000 സബ്സ്ക്രൈബറുള്ള സമയത്താണ് ഇവൻ്റെ കുറേ വീഡിയോകളൊക്കെ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്ത്. നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ സംഘപരിവാറിനെ കീറി ഒട്ടിക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്ത് അങ്ങനെ ഇയാളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തു. 100K സബ്സ്ക്രൈബറൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒന്നില്ലെങ്കിൽ കാനഡയിൽ ഇവൻ്റെ വീട്ടിൽ കയറി സംഘപരിവാർ ഒന്നിലെ എടുത്തിട്ട് ഇവനെ പെരുമാറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വന്നിട്ട് പറയത്തില്ലേ, നിന്നെ തീഹാറി വിടും, നിന്നെ തട്ടിക്കളയും, കീച്ചിക്കളയും എന്നൊക്കെ പറഞ്ഞ ചില സംഖ്യകളുണ്ട്. അതുപോലത്തെ ഏതോ മരപ്പട്ടി സംഖ്യകൾ ഇവനെ ഭീഷണിപ്പെടുത്തിയപ്പോഴത്തേക്ക് ഇവൻ നേരെ ആ ചെയ്ത വീഡിയോ മുഴുവൻ ഡിലേറ്റ് ചെയ്ത് ഇപ്പം നരേന്ദ്രമോദിജിയെയും RSSനെയും BJPയൊക്കെ അനുകൂലിച്ചിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ട് പോലും ഒരു പട്ടികളും ഇല്ല കാണാൻ. അതായത് സംഘപരിവാർ പോലും ഇല്ല ഈ ചെറ്റയുടെ വീഡിയോ കാണാനെന്നുള്ള. ഇപ്പോൾ കരഞ്ഞു മോങ്ങിയൊക്കെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കാണണം. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജന്തർ മന്ദറിൽ സമരം ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെ വളരെ മോശമായി അധിക്ഷേപിച്ച ഒരു മരപ്പട്ടി, അതായത് ഒരു തെരുവ് നായ, ആ നായയ്ക്ക് അനുകൂലമായിട്ട് ഈ നായ പറയുമ്പോഴത്തേക്ക് ലവനും അവനും തമ്മിൽ എന്താണ് വ്യത്യാസം? നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, മലയാളത്തിൽ സോഷ്യൽ മീഡിയയിൽ എന്റെ അത്രയും ശക്തമായി ശ്രീ നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ടുള്ള ഒരാളുണ്ടാവില്ല. പക്ഷേ എന്റെ മോദി വിമർശനം രാജ്യദ്രോഹികൾക്ക് സഹായകരമാവുന്നു, രാജ്യദ്രോഹികൾ അതിനെ മുതലെടുക്കുന്നു എന്ന് മനസ്സിലാക്കിയ അന്ന് ഞാൻ എന്റെ മോദി വിമർശനം അവസാനിപ്പിച്ചു. അന്ന് തുടങ്ങി നമ്മുടെ ചാനലിന് നേർക്കുള്ള ജിഹാദി ആക്രമണം. സംശയമുള്ളവർ ഈ വീഡിയോയുടെ കമന്റ്സ് നോക്കിയാൽ മതി. ഈ വിധം ജിഹാദി ആക്രമണം നേരിടുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. എനിക്ക് ആരുടെയും പണമൊന്നും വേണ്ട. പക്ഷേ നിങ്ങൾ ഉടനെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയി ഇവിടെ വീഡിയോസ് കാണണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. സുഡാപ്പി ആക്രമണം നേരിടുന്ന നമ്മുടെ ചാനലിന്റെ റീച്ച് തിരിച്ചു പിടിക്കാൻ ഇത് വളരെ പ്രധാനമാണ്. അത് കഴിഞ്ഞു വേണം മതേതര മുഖം മൂടിയിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന ഇസ്ലാമോ ലെഫ്റ്റ് കുതന്ത്രക്കാർക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന സകല മതേതരന്മാരുടെയും സത്യങ്ങൾ എടുത്ത് പുറത്തിടാൻ. ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷയോടുകൂടി താങ്ക് യു. ജയ് ഹിന്ദ്. പാവം സംഖ്യകളെ നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പോയി വീഡിയോ ഒക്കെ കണ്ടൊന്ന് റീച്ചാക്കി കൊടുക്കട. പണമൊന്നും വേണ്ട. ഈ പരമ നായില്ലേ, ഇവനിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് എല്ലാം ഇവൻ കാണാറുണ്ട്. എനിക്ക് മറുപടിയായിട്ട് വന്നു കഴിഞ്ഞാൽ നിൻ്റെ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അതൊക്കെ ഞാൻ എടുത്തിട്ട് ഓരോ ദിവസം ഞാൻ എടുത്തിട്ട് അങ്ങോട്ട് അറുമാതിച്ച് കളയും. ഇവനെപ്പോലെ ആണും പെണ്ണും കെട്ട ശിഖണ്ഡി ജീവിതം ജീവിച്ച് തീർക്കുന്ന വേറെന്തെങ്കിലും പേരിടണം കേട്ടോ നമ്മൾ. കാരണം അത്രത്തോളം വെറുപ്പായി പോയി വൃത്തികെട്ടവൻ്റെ കൂടെയൊക്കെ. നട്ടലിന് ഉറപ്പില്ലാത്ത വെറും കൂതറ. ഇവൻ്റെ വേറെ 2 വീഡിയോകളുണ്ട്, അതോടെ ഒന്ന് കണ്ടോ. മുഫ്തി മുഹമ്മദ് സയ്യിദാണ് 1986 കശ്മീരി പണ്ഡിറ്റുകൾക്കെതിരായുള്ള അനന്ത്നാഗ് റൈറ്റ്സിന് തുടക്കം കുറിച്ചത്. GM ഷായുടെ സർക്കാരാണ് അന്ന് കശ്മീരിലുണ്ടായിരുന്നത്, ജമ്മു ആൻഡ് കശ്മീരിൽ. ഈ GM ഷായുടെ സർക്കാരിനെ അട്ടിമറിക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമായിരുന്നു. കേന്ദ്രം ഭരിക്കുന്ന രാജീവ് ഗാന്ധിയാണ്, കോൺഗ്രസ് സർക്കാരാണ്. അന്ന് കോൺഗ്രസിന്റെ കശ്മീരിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് എന്ന് പറയുന്നത് മുഫ്തി മുഹമ്മദ് സയ്യിദ. അന്ന് മൂപ്പര് കോൺഗ്രസ്സുകാരനാണ്.
കശ്മീരിനെ കുറിച്ച് പണ്ഡിറ്റുകളുടെ യാതനകളെ കുറിച്ച് ഏറ്റവും കൃത്യമായിട്ട് വിവരിച്ചിട്ടുള്ള രാഹുൽ പണ്ഡിറ്റയുടെ ആർ മൂൺ ഹാസ് ബ്ലഡ് ക്ലോട്ട്സ് എന്ന് പറയുന്ന പുസ്തകം എന്റെ കയ്യിലിരിപ്പുണ്ട്. ആ പുസ്തകത്തിനകത്തും ഈ മുഫ്തി മുഹമ്മദ് സൈദ് പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം 1990 നടന്ന കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തിലേക്കുള്ള ആ ഒരു ചെയിൻ ഓഫ് ഇവന്റ്സ്, അതിന്റെ തുടക്കം എന്ന് പറയുന്നത് 86 അനന്ത്നാഗ് റയോട്ട്സ് ആണ്. അതിന്റെ പിന്നിൽ അന്നത്തെ കോൺഗ്രസ് നേതാവായ മുഫ്തി മുഹമ്മദ് സയ്യിദ് ആയിരുന്നു. ഇറാനിൽ ഖമനിയുടെ സർക്കാർ ചെയ്തത്, അതുപോലെ ചൈനയിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത് ഇത് തന്നെയാണ് ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാർ ചെയ്യണം, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ചെയ്യുമായിരുന്നു എന്ന് ടി.ജി. മോഹൻദാസ് പറഞ്ഞു. എടാ, അമ്മാവനാണോ അതോ നിന്റെ തന്തയാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതുപോലെ ആണും പെണ്ണും കെട്ട വർത്താനം പറയുന്ന മനസ്സിലാകും. കാരണം രണ്ടുപേരുടെയും രീതി ഒന്നായതുകൊണ്ട് ചോദിക്കാം. അമ്മാവന്റെ രീതിയിലേക്ക് വരാൻ എന്തായാലും ചാൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. ഒരെണ്ണം കൂടെ കേട്ടോ, ആ വീഡിയോ കൂടെ ഒന്ന് കാണാം. വെസ്റ്റ് ബംഗാളിലെ നന്ദിഗ്രാമിലെ സമരക്കാരെ അവിടുത്തെ CPM-ന്റെ സർക്കാർ വെടിവെച്ച് കൊല്ലുകയത്. ഇറാനിൽ ചെയ്യുമ്പോഴും ചൈനയിൽ ചെയ്യുമ്പോൾ ആഹാ, ഇവിടെ നരേന്ദ്രമോദി മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നരേന്ദ്രമോദി ഫാഷിസ്റ്റാന്ന് പറയുന്നവനൊക്കെ തലയ്ക്ക് വട്ട. നരേന്ദ്രമോദിയെ പോലെ ഒരു ഗാന്ധിയനെ ഈ രാജ്യം കണ്ടിട്ടില്ല. പ്രധാനമന്ത്രി ജനിക്കുന്നതിന് 3 വർഷം മുമ്പ് അങ്ങേരുടെ അച്ഛൻ മരിച്ചുപോയി, അപ്പൊ അമ്മ എങ്ങനെയാണ് 3 വർഷം കഴിഞ്ഞ് പ്രസവിച്ചത് എന്ന് വരെ പരസ്യമായിട്ട് ചോദിക്കാനായിട്ട് പല അഴിഞ്ഞാട്ടക്കാർക്കും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തിരുന്നാണ് ടി.ജി. മോഹൻദാസ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. ഈ രാജ്യം അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ ആ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന് ടി.ജി. മോഹൻദാസ് അമ്മാവൻ പറഞ്ഞതിന് അമ്മാവന് ഞാൻ പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. അത് തന്നെയാണ് വേണ്ടതെന്ന് ചില ഘട്ടങ്ങളിൽ ഉള്ള കാര്യം പറയാമല്ലോ, എന്റെ മനസ്സിലും തോന്നിയിട്ടുണ്ട്. ഈ വിവരമൊക്കെ വെച്ചുകൊണ്ടാണ് ഇത്രയും നാള് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അങ്ങ് വിമർശിച്ച് തേച്ചങ്ങ് ഭിത്തിയിൽ ഒട്ടിച്ചത്. അവസാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതോ സംഖ്യ കയറി കുനിച്ചു നിർത്തിയവന്റെ കൂമ്പിന് ഇടിച്ചിട്ടുണ്ട്. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ തലച്ചോറ് മൊത്തത്തിൽ അടിച്ചങ്ങ് പോയിട്ട് അവിടെ മൊത്തം ചാണകം അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അതാണ് ഈ ബിനോജ് നായ എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവനിക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കുറേ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ, പക്ഷേ സംഖ്യകൾ പോലും കാണുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ കേട്ട് ഇവൻ്റെ പെറ്റ തള്ള പോലും സഹിക്കത്തില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും കാലം സംഘപരിവാറിനെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന ഇവൻ പെട്ടെന്ന് മാറിയിട്ട് സംഖ്യകളെ സൂചിപ്പിക്കുമ്പോൾ ഫേക്ക് ഐഡിയിൽ ഈ മുസ്ലിം പേരുകൾ വെച്ചുകൊണ്ട് സംഖ്യകൾ തന്നെ എടുത്തിട്ട് കടവുറങ്ങുന്നുണ്ട്. നല്ല രീതിയിൽ തെറി പറയുന്നുണ്ട്. ഇയാളുടെ കുറച്ച് വോയിസ് ക്ലിപ്പും കുറച്ച് വീഡിയോസും ഒക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ആവശ്യം വരും എന്ന് കണ്ടുകൊണ്ടാണ് ഞാനത് വെച്ചിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് ഈ ബിനോജ് നായയെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. എടാ, ഇങ്ങനെ ആണും പെണ്ണും കെട്ടി ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് പോയി വേറെ വല്ല പണി ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റേ ഫാനിനകത്ത് കിടന്ന് കറങ്ങുക. അതാണ് നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്തിനാടാ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് വീട്ടിലിരിക്കുന്നവരെ പറയിപ്പിക്കുന്നത്? എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാനും അതിന് ഒരു ധൈര്യമൊക്കെ ഉണ്ടാകണം. നീ സവർക്കറിൻ്റെ ജന്മമാണ് എന്നുള്ളത് ഇപ്പോഴാണല്ലോ മനസ്സിലാകുന്നത്. സവർക്കർ നക്കിയ ഷൂവിനെക്കാട്ടിൽ കൂടുതൽ ഇപ്പം ഇവനങ്ങോട്ട് കിടന്നും ചരിഞ്ഞും കമന്നും ഒക്കെ അങ്ങോട്ട് നക്കിക്കൊണ്ടിരിക്കുക. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെയുള്ള കമൻറ്റുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെ കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഈ നായറിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും